ഇന്റർനെറ്റ് ഇന്നൊരു ലക്ഷറി അല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ, ബിസിനസ്, ജോബ് എന്നിവയ്ക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ഇല്ല. എന്നാൽ ഇനി മുതൽ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാനാണ് കേരള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് കെ ഫോൺ പദ്ധതി, ആർക്കൊക്കെയാണ് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നത്, ഈ ഒരു നെറ്റിന്റെ സ്പീഡ് എത്രയാണ്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ എലിജിബിൾ ആയിട്ടുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് കെ ഫോൺ എന്നത് മനസ്സിലാക്കാം. കെ ഫോൺ എന്നത് കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. കേരള സർക്കാർ ആരംഭിച്ച ഒരു വലിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണിത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ കുടുംബത്തിലും ഫ്രീ ആയി ഇന്റർനെറ്റ് എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കുക, ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഗവേണൻസ് എന്നിവയെല്ലാം ഡിജിറ്റലാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. 2017 ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. BSNL, ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, അതുപോലെ തന്നെ IT വകുപ്പുകൾ എന്നിവരെല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ ഫോൺ എന്നത് നോർമൽ ആയിട്ടുള്ള നമ്മളുടെ പബ്ലിക് ബ്രോഡ്ബാൻഡ് പോലുള്ള സർവീസ് അല്ല. ഇത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന സ്റ്റേറ്റ് വൈഡ് ഫൈബർ ഒപ്റ്റിക് ബാക്ക് ബോൺ ആണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കടക്കാം. ആർക്കൊക്കെയാണ് ഫ്രീ ആയി ഈ ഒരു ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നത്? എല്ലാവരുടെ ഉള്ളിലും വരുന്ന ഒരു വലിയ ചോദ്യമാണിത്. കേരള സർക്കാർ പ്രഖ്യാപിച്ചതനുസരിച്ച് കേരളത്തിലെ 20 ലക്ഷത്തോളം ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലീസിന് ഫ്രീ ആയി ഇന്റർനെറ്റ് നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഫ്രീ ആയി ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല 30,000-ലധികം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഫ്രീ ആയി ഇന്റർനെറ്റ് നൽകി. ഇനി പ്രൈമറിലി ആർക്കൊക്കെയാണ് ഈ ഒരു ഫ്രീ ഇന്റർനെറ്റ് ലഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന, അതായത് ദരിദ്രമായി ജീവിക്കുന്ന കുടുംബങ്ങൾക്ക്, BPL കാർഡിന്റെ അണ്ടറിൽ വരുന്ന കുടുംബങ്ങൾക്കാണ് ആദ്യമായി ഈ ഒരു സർവീസ് ലഭിക്കുന്നത്. അതുമാത്രമല്ല സോഷ്യോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനും ഈ ഒരു ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ വെൽഫെയർ ബെനിഫിഷ്യറീസ്, ട്രൈബൽ അല്ലെങ്കിൽ കോസ്റ്റൽ ബാക്ക്വേർഡ് ഫാമിലീസിനും ഈ ഒരു ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കും. ഇത് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ലോക്കൽ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു ഫ്രീ ഇന്റർനെറ്റ് സർവീസ്, അതായത് കെ ഫോണിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കെ ഫോൺ അല്ലെങ്കിൽ ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സ്പീഡിലാണ് ഈ ഒരു ഇന്റർനെറ്റ് ലഭിക്കുന്നതെന്ന് നോക്കാം. കെ ഫോൺ നൽകുന്ന ഒരു സ്പീഡ് നമ്മൾ പറയുകയാണെങ്കിൽ ടെക്നിക്കലി ഇതൊരു ഫൈബർ സ്പീഡ് ആയിരിക്കും. നിലവിലെ സാഹചര്യം അനുസരിച്ച് അപ് ടു 30 Mbps വരെ നമുക്ക് ഫ്രീ ആയി നേടാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ BPL കാർഡിന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സേവനം നേടാൻ സാധിക്കുന്നത്. നിലവിൽ അവർക്ക് മാത്രമാണ് ഫ്രീ ആയി ഇത്തരത്തിൽ ഇന്റർനെറ്റ് നൽകുക എന്നുള്ള നിലപാട് സർക്കാർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ BPL കാർഡിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു ഫാമിലീസിനാണ് ഇത്രയും സ്പീഡിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന നെറ്റിന് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നത് മൂലം ബാങ്കിംഗ് ക്ലാസുകൾ, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസുകൾ, യൂട്യൂബ്, വാട്സ്ആപ്പ്, ബാങ്കിംഗ്, ഗവൺമെന്റ് സർവീസ്, ഓൺലൈൻ ജോബ് എന്നിങ്ങനെയുള്ള നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്പീഡിലുള്ള നെറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് എക്യുപ്മെന്റ്സ്. നമ്മൾ പലതരത്തിലുള്ള കെ ഫോൺ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അത് കാണുമ്പോഴൊക്കെ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. മോഡം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു കെ ഫോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഫീസ് നൽകേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഹിഡൻ ചാർജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരം എന്താണെന്നും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണക്ഷനും ഇൻസ്റ്റാളേഷനും സ്കീം പ്രകാരം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു എലിജിബിൾ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ആ ഒരു BPL കാർഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷനും അത് സെറ്റ് ചെയ്യുന്നതും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
അത് മാത്രമല്ല ഇത് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മുടെ വീട്ടിലേക്ക് അവർ തന്നെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ OND, റൗട്ടർ, മറ്റ് അക്സസറീസ് എന്നിവ സ്കീം പ്രകാരം നമുക്ക് നൽകുന്നു. ലോക്കൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസി വഴിയാണ് നമുക്ക് കണക്ഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കെ ഫോണിനെ കുറിച്ച് ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്, അതെങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പബ്ലിക് വെബ്സൈറ്റ് വഴി നമുക്ക് ഡയറക്റ്റ് ആയി ഇപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ നൽകാൻ സാധിക്കില്ല. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിയിലൂടെ കെ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് നിങ്ങളുടെ അടുത്ത പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലോ പോവുക. അവിടെ പോയി നിങ്ങൾക്ക് കെ ഫോൺ ബെനിഫിഷ്യറിയായി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫോം ലഭിക്കുന്നു. ആ ഒരു ഫോം കൃത്യമായി ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് അവിടെ കുറെ ഡോക്യുമെന്റ്സ് നൽകേണ്ടി വരും. ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി നൽകാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും. നിങ്ങൾ എല്ലാ കാറ്റഗറിയും, അതായത് ഈ ഒരു കെ ഫോൺ ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രൈറ്റീരിയയും നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെരിഫിക്കേഷന് ശേഷം നിങ്ങൾ ആ ഒരു ഫൈനൽ ലിസ്റ്റിൽ എത്തുകയും ചെയ്യും. അത്തരത്തിൽ നിങ്ങൾ ഫൈനൽ ലിസ്റ്റിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കെ ഫോണിന്റെ കണക്ഷൻ ഫ്രീ ആയി നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിന് ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്കാണ്, അതായത് ആ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഫ്രീ ആയി കെ ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണോ എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് BPL കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ മറ്റൊരു പോയിന്റ് ആണ്, നിങ്ങൾ കേരളത്തിലെ ആളായിരിക്കണം. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഫ്രീ ആയി കെ ഫോൺ നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ആ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിന്റെ അഡ്രസ് പ്രൂഫ് നൽകേണ്ടി വരും. ചില പ്രദേശങ്ങളിൽ വെൽഫെയർ ലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിസ്റ്റ് എന്നിവയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിന്റെ സപ്പോർട്ട് ഉണ്ടാകുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലോ പോയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫൈനലൈസ് ചെയ്യുന്നത് ആ ഒരു ബോഡിയിലെ അംഗങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നോർമലി നമുക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ BPL കാർഡുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ഫ്രീ ആയി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നൽകേണ്ടി വരും. അഡ്രസ് പ്രൂഫ്, അത് മാത്രമല്ല ഇൻകം സർട്ടിഫിക്കറ്റും നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റും നമ്മൾ നൽകേണ്ടതുണ്ട്. വ്യത്യസ്ത LST ബോഡീസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലോ പോയി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബോഡിയാണ് ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കെ ഫോൺ ലഭിക്കുന്നതിന് ആവശ്യമായ ക്രൈറ്റീരിയ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. ഇപ്പോൾ തന്നെ ആ ഒരു ഫ്രീ ഇന്റർനെറ്റ് ലഭിക്കുന്ന ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിക്കോളൂ. നമുക്കിനി ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതി വന്നതിലൂടെ ഡിജിറ്റൽ കേരളയിലേക്ക് ഒരു വലിയ ചുവടുവയ്പായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കോവിഡ് വന്നതിന് ശേഷമാണ് ഈ ഒരു ഇന്റർനെറ്റിന്റെയും ഓൺലൈൻ ക്ലാസിന്റെയും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിതമായ പല കാര്യങ്ങളും വന്നത്. ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് എന്നത് നമ്മളുടെ ഭക്ഷണവായു എന്നിവ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കെ ഫോണിലൂടെ നമുക്ക് ഫ്രീ ആയി ഇന്റർനെറ്റ് ലഭിക്കുന്നത് മൂലം ഇത്തരത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷനും എല്ലാവർക്കും ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഡിജിറ്റൽ ബാങ്കിങ്ങും ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്ക് ഇത്തരത്തിൽ ഫ്രീ ആയി ഇന്റർനെറ്റ് ലഭിക്കുന്നതിലൂടെ വളരെ ഈസിയായി പലതരത്തിലുള്ള ജോബ് ആപ്ലിക്കേഷനും എളുപ്പത്തിൽ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് സർവീസും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്റർനെറ്റ് ഇത്തരത്തിൽ ലഭിക്കുന്നതിലൂടെ വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പദ്ധതി ഘട്ടം ഘട്ടമായി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഓൾറെഡി ഇത്തരത്തിൽ ഈ ഒരു കെ ഫോൺ വഴിയുള്ള ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം ലഭിച്ചു കഴിഞ്ഞു. വളരെയധികം പ്രദേശങ്ങളിൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന മാസങ്ങളിൽ കൂടുതൽ ഇത് വ്യാപിച്ച് കേരളത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്താണ് കെ ഫോൺ, ആർക്കൊക്കെയാണ് ഫ്രീ ആയി ഇന്റർനെറ്റ് ലഭിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്
ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചു. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ബോക്സിൽ പറയൂ, നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ, കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.